സാറ് വലിയ ഗൗരവത്തിൽ തന്നെ ആണല്ലോ. അപ്പോ സാറ് കാര്യമായിട്ടാണ്. കുറ്റവാളികൾ പോലീസിനെ കബളിപ്പിക്കാൻ പല തരത്തിലും ശ്രമിക്കും. ചിലർ ഒന്നും അറിയാത്ത പോലെ പെരുമാറും. മറ്റു ചിലർ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ധൈര്യം പ്രകടിപ്പിച്ച് സംസാരിക്കും. പക്ഷെ അവരുടെ എല്ലാവരുടെ ഉള്ളിൽ ഭയമുണ്ടായിരിക്കും. ദാ ഇതുപോലെ. അപ്പോ സാറ് ഏതാണ്ടൊക്കെ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് ഈ പടി കയറിയത് അല്ലേ? വ്യക്തമായ തെളിവുകൾ കയ്യിലില്ലാതെ പോലീസ് ഒരു പ്രതിയുടെ മുമ്പിലും ഇതുപോലെ ചെന്ന് നിൽക്കാറില്ല. പ്രത്യേകിച്ചും നിങ്ങളെപ്പോലൊരാളുടെ മുന്നിൽ. നിങ്ങളുടെ അമ്മാവൻ അനിരുദ്ധന്റെ മരണത്തിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചെന്ന് എനിക്കിപ്പോ വ്യക്തമായ ധാരണയുണ്ട്. കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസുകാർക്ക് നല്ല മിടുക്കാണെന്ന് എനിക്കറിയാം. പല കേസുകളിലും നമ്മളത് കാണുന്നതാണല്ലോ. കേരള പോലീസിനെ നിങ്ങൾ അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മാഡം, പോലീസിനിപ്പോ നിങ്ങളുടെ അമ്മാവന്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല, തക്കലയിലുള്ള മുരുകന്റെയും കനിമൊഴിയുടെയും മരണത്തെക്കുറിച്ച് വരെ നല്ല വ്യക്തമായിട്ടറിയാം. മുരുകനെയും കനിമൊഴിയെയും അറിയോ? അങ്ങനെ രണ്ടുപേരെ. എന്നെ കള്ളക്കേസിൽ കൊടുക്കാന്നാണോ സാറിന്റെ വിചാരം? എങ്കിലത് നടക്കാൻ പോകുന്നില്ല. ഈ രണ്ട് കേസിലും നിങ്ങൾക്കുള്ള പങ്കെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അല്ലാതെ വെറുതെ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മേഡത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്തിക മാഡം, നിങ്ങളുടെ എല്ലാ കളികളും ഇവിടെ തീരുകയാണ്.